Thank you, Carol and Eva, for presenting the report beautifully, and I appreciate your effort and commend everyone who contributed to these accomplishments. This evening becomes truly meaningful when wisdom and experience are shared with us. We are honored to have such a distinguished personality whose words inspire vision, responsibility, and growth, values that resonate deeply with the theme. I now humbly invite our esteemed chief guest, Sri George Pulikan, to kindly address the gathering. Sir, please. സ്നേഹബഹുമാനമുള്ള അധ്യക്ഷൻ ശ്രീ പ്രദീപ് പിള്ള, പ്രിൻസിപ്പൽ സിസ്റ്റർ ശ്രുതി, സിസ്റ്റർ ആർത്തി, ഫാദർ വർഗീസ്, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, അധ്യാപകർ, മാതാപിതാക്കൾ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് എപ്പോഴും എല്ലാവരും പറയുമ്പോൾ ഇത്ര മനോഹരമായിരിക്കും അത് എന്ന് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. എന്താ ഒരു ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ, ഞാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ആനിവേഴ്സറികളിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. പക്ഷെ ഇത്ര മനോഹരമായ ഒരു ആനിവേഴ്സറി ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കൂടുന്നത്. അതിന് ഈ സ്കൂളിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, ഈ കുട്ടികളോടൊപ്പം പ്രവർത്തിക്കുന്ന മാതാപിതാക്കൾ, അധ്യാപകർ, പ്രിൻസിപ്പാൾ, മറ്റ് മാനേജ്മെന്റിലെ സിസ്റ്റേഴ്സ്, എല്ലാവർക്കും അങ്ങേയറ്റത്തെ സ്നേഹവും ആദരവും അർപ്പിക്കുകയാണ്. അപ്പോ എനിക്ക് ആകെ ഒരു കാര്യത്തിന് മാത്രമാണ് ഒരു സങ്കടം തോന്നിയത്. സങ്കടമില്ല, എന്തോ ഒരു സങ്കോചം തോന്നിയത് എനിക്ക് നിങ്ങളുടെ കയ്യടി കേട്ടപ്പോഴാണ്. എന്താണ് ഈ മക്കൾ ഇങ്ങനെ വന്ന് നിന്ന് ഓരോന്നൊക്കെ കാണിക്കുമ്പോൾ ഇത്രയും മനോഹരമായ ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടൊക്കെ നമ്മൾ ഇത്ര സാധാരണക്കാരെ പോലെ സാധാരണ പോലെ കയ്യടിക്കുന്നത് എന്ന് എനിക്ക് ഒട്ടും മനസ്സിലായില്ല. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് ഒരു നല്ല കയ്യടി ഇത്രയും നേരം നടന്ന പരിപാടികൾക്ക് വേണ്ടി. ഈ കയ്യടിക്ക് നമ്മൾ പറയുന്ന പേര് മലയാളികളുടെ കയ്യടി എന്നാണ്. നമ്മൾ മാത്രമേ ഇങ്ങനെ കയ്യടിക്കുള്ളൂ. അതെങ്ങനെയാണ്? ഈ കയ്യടിയുടെ അർത്ഥം ഒരിക്കലും ശബ്ദം പുറത്തു വരില്ല, ജീവിതത്തിൽ ഒരുത്തനെയും അംഗീകരിക്കില്ല എന്നാണ്. നമ്മളെല്ലാവരും കൊറോണ കാലത്തെ കുറിച്ച് ശ്രീ പ്രദീപ് പറഞ്ഞു. കൊറോണ കാലത്ത് നമ്മളെല്ലാവരും വീടിനകത്തിരുന്ന് ഇങ്ങനെ ചുണ്ണാമ്പ് തേച്ചുകൊണ്ടിരുന്ന കാലത്ത് അമേരിക്കയിലെ കുറെ ശാസ്ത്രജ്ഞന്മാരും ഡോക്ടേഴ്സും ചേർന്ന് ഒരു പരീക്ഷണം നടത്തി. അത് കയ്യടിയെ കുറിച്ചായിരുന്നു. അവർ പറഞ്ഞ 10 കാര്യങ്ങളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് പറയുന്നത്. പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാം. ഒന്നാമത്തത് നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ഇത്ര സീരിയസ് ആയിട്ടിരിക്കരുത്, എനിക്ക് പേടി വരുന്നു. നിങ്ങൾ വളരെ ഫ്രീ ആയിട്ടിരിക്കുക, വളരെ സന്തോഷമായിട്ടിരിക്കുക. നമ്മുടെ മക്കളുടെ ആനിവേഴ്സറി അല്ലേ, എല്ലാവരും എന്തോ പ്രശ്നമാണ്. ഞാനൊന്നും ചെയ്യില്ല, ഞാൻ വളരെ കുറച്ച് സമയം. എത്ര സമയം വരെ എനിക്കിത് സംസാരിക്കാം? ഞാൻ പണ്ടൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഈ സിസ്റ്റർ അല്ല മറുപടി പറഞ്ഞത്, പുറകിൽ നിന്ന് ഒരാൾ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, സാറിന് എത്ര സമയം വരെ വേണേലും പ്രസംഗിക്കാം, 10 മിനിറ്റ് കഴിയുമ്പോൾ ഞങ്ങൾ പോകും. അപ്പോൾ അത് പറ്റില്ല, ഞാൻ പറയുന്ന സമയത്ത് നിർത്തുന്ന ആളാണ്, എനിക്ക് അതിനൊന്നും ഒരു പ്രശ്നമില്ല. കുറെ വർഷങ്ങളായി പ്രോഗ്രാം ഒക്കെ ചെയ്ത് കണ്ടീഷൻഡാണ് ടൈമിനെ കുറിച്ച്. അപ്പൊ അവര് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ളതാണ്. കൈയടിച്ചാൽ ഹൃദയത്തിലേക്കുള്ള രക്തചംക്രമണം വർദ്ധിക്കും, നമ്മുടെ ആയുസ് വർദ്ധിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം പുരുഷന്മാർക്കുള്ളതാണ്. നന്നായി കൈയടിച്ചാൽ മുടി നന്നായി വളരും. ഇപ്പോൾ കഷണ്ടിയുള്ളവർ കൈയടിച്ചാലും നന്നായി വളരും എന്നാണ് പറയുക. അവരുടെ പഠനമാണ്, എൻ്റെ കണ്ടെത്തലല്ല. ഇതൊക്കെ ഗൂഗിളിൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തത് സ്ത്രീകൾക്കാണ്. കൈയടിച്ചാൽ നന്നായി മുടി വളരും എന്നാ പറയുന്നത്, നല്ല ഉള്ളുള്ള മുടി ഉണ്ടാകും എന്നാ പറയുന്നത്. അപ്പോ കൈയടി അത്ര മോശമല്ല. പിന്നെ കുട്ടികളുടെ ശ്രദ്ധ, കുട്ടികളുടെ ബുദ്ധി, നമ്മളുടെ ഈ ശൈലീ രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, 3 കാര്യങ്ങൾ എപ്പോഴും പറഞ്ഞു നടക്കുന്ന എല്ലാവർക്കുമുള്ള, അതിൽ നിന്നൊക്കെ മോചനം നേടാനുള്ള ഒറ്റമൂലിയാണ് അത്രയും കയ്യടി എന്നാണ് പറയുക. അപ്പൊ അതുകൊണ്ട് എനിക്ക് നേരത്തെ കൈയടിച്ചത് കൂടാതെ ഒരു നല്ല കൈയടി ഒന്നുകൂടെ അടിക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷമാകും. എൻ്റെ പ്രസംഗം എത്ര മോശമായാലും ഇങ്ങനെ നിങ്ങൾ കൈയടിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനത്തിലേക്ക് കടക്കുകയാണ്.
നമ്മുടെ മക്കൾ സ്റ്റേജിൽ കയറുമ്പോൾ എല്ലാവരും കൈയടിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും മറ്റുള്ളവരുടെ മക്കൾ സ്റ്റേജിൽ കയറുമ്പോൾ നമ്മുടെ കയ്യടി മലയാളികളുടെ കയ്യടി ആകുകയും ചെയ്യുന്നതിന്റെ രഹസ്യം നമുക്കൊന്ന് ഒരു ഗവേഷണം തന്നെ നടത്താവുന്ന വിഷയമാണ് എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ആളാണ്. ഇവിടെ ഒരുപാട് എക്സലൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. എനിക്കത് ഒരുപാട് സംതൃപ്തി തന്നു. എന്തോ ഇത്രയും ഒരു ചെറിയ സംവിധാനം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ സ്കൂളിന്റെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിന്റെ കണക്കിലാണ്. വലിയ സ്കൂളുകൾ നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ട്. പക്ഷെ ഇത്രയും ഒരു സ്കൂളിൽ ഇത്രയും മനോഹരമായ വിജയങ്ങൾ, ഇത്രയും മനോഹരമായ മാർക്കുകൾ ഒക്കെ സമ്പാദിക്കുന്ന നല്ല മിടുക്കരായ കുട്ടികളുണ്ട് എന്നുള്ളത് നമ്മൾക്കും ഈ പ്രദേശത്തിനും ഈ മാതാപിതാക്കൾക്കും ഈ മാനേജ്മെന്റിനും പ്രിൻസിപ്പാളിനും അധ്യാപകർക്കും അങ്ങേയറ്റം സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ്. അക്കാര്യത്തിൽ നമ്മുടെ മക്കളെ നമ്മളെ സമ്മതിച്ചേ മതിയാവും. ഇവിടെ അവതരിപ്പിച്ച ഓരോ കാര്യങ്ങളിലും എത്ര ശ്രദ്ധാലുക്കളാണ് എന്ന് ഞാൻ ആലോചിക്കാറ്. ഞാനിങ്ങനെ ആകെ ഒന്ന് പരിധി നിൽക്കാണ്. ഞാൻ എൻ്റെ കല്യാണത്തിന് പോലും ഇത്ര നല്ല ഒരു മാല അണിഞ്ഞിട്ടില്ല. അത്രയും സുന്ദരമായ ഒരു മാല അണിഞ്ഞിട്ട് ഞാനിങ്ങോട്ട് വന്നപ്പോൾ എനിക്കൊരു കല്യാണത്തിന്റെ നാണം പോലും ഉണ്ടായി. അത്രയേറെ വെൽ ഓർഗനൈസ്ഡ് ആണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എത്ര മനോഹരമായ അവിടെ കുട്ടികളെ പല വിധത്തിലുള്ള വേഷങ്ങളിലൊക്കെ നിർത്തി എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി എതിരേറ്റ് ഇവിടെ കൊണ്ടുവരുമ്പോൾ നമുക്കൊക്കെ തരുന്ന ഒരു ഊർജമുണ്ട്. ഞാൻ അതിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് ഇത്രയും നേരം. നമ്മള് വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോ എനിക്ക് മക്കളോട് പറയാനുള്ളത്, മാതാപിതാക്കളോട് പറയാനുള്ളത്, മാർക്കുകളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് കരുതുന്ന ഒരു കാലം നമ്മുടെ മുന്നിൽ നിന്ന് കടന്നു പോവുകയാണ്. ഞാൻ അത്യാവശ്യം ഇന്റർവ്യൂ ബോർഡിലൊക്കെ ഇരിക്കുന്ന ഒരാളാണ്. അവിടെയൊക്കെ നമ്മുടെ മക്കളുടെ മാർക്ക് നോക്കുന്നത്, സർട്ടിഫിക്കറ്റുകൾ നോക്കുന്നത്, ഒരു ഇന്റർവ്യൂ ബോർഡ് നോക്കുന്നത് ഏറ്റവും ഒടുവിലാണ്. അതിനു മുമ്പ് നോക്കുന്ന കാര്യങ്ങൾ അവന്റെ ഇരിപ്പ്, നിൽപ്പ്, നോട്ടം, ചിരി, അവൻ പ്ലസന്റ് ആണോ, പ്രസന്റബിൾ ആണോ എന്നൊക്കെയാണ് എല്ലാ ഇന്റർവ്യൂ ബോർഡും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് നമ്മുടെ ഈ ഇത്തരത്തിലുള്ള മേളകളിലൂടെ നമ്മൾ നമ്മുടെ മക്കളിൽ വളർത്തിയെടുക്കുന്ന വല്ലാത്തൊരു ലോകമുണ്ട്. അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ മോഹങ്ങൾ, അവരുടെ ആശയങ്ങൾ ഒക്കെ അവരുടെ മുന്നിൽ, നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ നമ്മൾ കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിലൂടെയാണ് മക്കൾ പുറത്തേക്ക് ഇറങ്ങേണ്ടത്. ഈ കലാലയത്തിൽ, ഈ സ്കൂളിന്റെ പടി കടന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവന്റെ മനസ്സിൽ പഠിച്ച പാഠഭാഗങ്ങളെക്കാൾ ഇത്തരം ദിനങ്ങളിൽ അവൻ വളർത്തിയെടുത്ത സ്വപ്നങ്ങളാണ് അവന്റെ മനസ്സിൽ ഉണ്ടാകേണ്ടത് എന്ന് പറയും. ഒരു കുട്ടി ഓട്ടമത്സരത്തിൽ പങ്കെടുക്കാൻ നിൽക്കുകയാണ്. അവൻ മത്സരത്തിന് തൊട്ട് മുമ്പായി നിൽക്കണമെന്നില്ല, ഇരിക്കൂടെ, അതിങ്ങനെ ഓർഡറാണോ കുഴപ്പമില്ല, വെറുതെ നിൽക്കണ്ട, നിങ്ങൾ കേൾക്കൂ, മുന്നിൽ പോയി കേൾക്കൂ. മത്സരത്തിന് തൊട്ട് മുമ്പായി അവൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ പോയി അവൻ കണ്ണടച്ച് കൈകൂപ്പി 10 മിനിറ്റ് നേരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് അവന്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ നിൽപ്പുണ്ടായിരുന്നു. ഓട്ട മത്സരത്തിലുള്ള സമയമായി. ഓൺ യുവർ മാർക്ക്, സെറ്റ്, വിസിൽ. അവൻ ഓടി, സകല ശക്തിയും എടുത്ത് അവൻ ഓടി. തോറ്റുപോയി. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് അവന്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് വളരെ വേഗത്തിൽ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് മാറോട് ചേർത്തുകൊണ്ട് പറഞ്ഞു, മോനെ, നീ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും തോറ്റുപോയല്ലോ. കണ്ണീരണിഞ്ഞു നിന്ന അവന്റെ ടീച്ചറുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ടീച്ചറെ, ഞാൻ പ്രാർത്ഥിച്ചത് ജയിക്കാൻ വേണ്ടിയായിരുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചത് തോറ്റാൽ കരയാതിരിക്കാൻ വേണ്ടിയായിരുന്നു. മക്കളെ, മാതാപിതാക്കളെ, മക്കളെ തോറ്റാൽ കരയാതിരിക്കാൻ പഠിപ്പിക്കുന്നതിന്റെ പേരാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അവൻ ജീവിതത്തിന്റെ ഓരോ മതിലുകളിലും തട്ടി നിൽക്കുമ്പോൾ അവന് വിളിക്കാൻ ഒരു അധ്യാപകനോ അധ്യാപികയോ ഉണ്ടാകുക, അവരിൽ നിന്നൊരു നല്ല ഉത്തരം തേടുക. അവിടെയാണ് നമ്മുടെ മക്കളെ, അതിനു വേണ്ടിയാണ് നമ്മുടെ മക്കളെ നമ്മൾ സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കുന്നത്.
അവിടെയാണ് നമ്മൾ നമ്മുടെ മക്കളെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു എന്ന് നമുക്ക് തോന്നുന്നു. നമ്മൾ ചുറ്റും കേൾക്കുന്ന വാർത്തകൾ, വായിക്കുന്ന വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരേണ്ട ചിന്തകൾ ഇതൊക്കെ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കുട്ടികൾ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്ന ഘട്ടങ്ങളിൽ അവനെ നമ്മൾ തോറ്റാൽ കരയാതിരിക്കാൻ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ള വലിയ സങ്കടമാണ് നമുക്ക് ഉണരേണ്ടത്. അവിടെയാണ് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്. കുട്ടികളെ നുണ പറയാൻ പഠിപ്പിക്കുന്നത് ആരാണ്? കുട്ടികളെ നുണ പറയാൻ പഠിപ്പിക്കുന്നത് ആരാണ്? മൗനം സമ്മതം എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. മുല്ല നസ്രുദ്ദീൻ ഒരിക്കൽ വഴിയിൽ വെച്ചൊരു പെൺകുട്ടിയെ കണ്ടു. അവളോട് ചോദിച്ചു, മോളെ നിനക്ക് എത്ര വയസ്സായി? അവള് പറഞ്ഞു, ഇക്ക എനിക്ക് വീട്ടിൽ 7 വയസ്സും ട്രെയിനിലും ബസ്സിലും 3 വയസ്സും. കേവലമായ ഒരു ഹാഫ് ടിക്കറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരു 50 പൈസ കുറവിന് വേണ്ടി നമ്മൾ വീട്ടിൽ നിന്ന് ബസ്സിൽ കയറുന്നതിന് മുമ്പേ കണ്ടക്ടർ ചോദിക്കുമ്പോൾ ഇത്ര വയസ്സ്, ഞാൻ ഇത് പറയുന്നത് ഇപ്പോഴിതൊന്നും സംഭവിക്കുന്നില്ല എന്ന് കരുതിയിട്ടല്ല, ഞാൻ മിനിഞ്ഞാന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഈ കാഴ്ച കണ്ടിട്ടാണ് വരുന്നത്. കേവലമായ ഇത്തിരി പോന്ന ലാഭത്തിന് വേണ്ടി നമ്മൾ മക്കളോട് നുണ പറയണം എന്ന് പറയുമ്പോൾ അവൻ മനസ്സിലാക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. ജീവിതം വിജയിക്കണമെങ്കിൽ അല്പസ്വല്പം നുണകളൊക്കെ ആകാം എന്ന് നമ്മൾ അറിയാതെ തന്നെ അവന്റെ മനസ്സിൽ നമ്മൾ ഇഞ്ചക്ട് ചെയ്യണം. മൊബൈൽ ഫോൺ വരുമ്പോൾ അച്ഛൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക് എന്ന് പറയുന്ന നമ്മളുണ്ടല്ലോ, അതിന്റെ മറുപുറമാണ്. അവിടെയാണ് ഞാൻ മക്കളൊക്കെ ഓരോ പരിപാടിക്ക് തയ്യാറാകുന്നതുകൊണ്ട് മാതാപിതാക്കൾ മാത്രം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. അവർക്കെല്ലാം മാലാഖ കുഞ്ഞുങ്ങളാണല്ലോ, മക്കളെല്ലാം മാലാഖ കുഞ്ഞുങ്ങളാണ്, അവർക്കൊരു പ്രശ്നമില്ല. അപ്പൊ അത്തരത്തിൽ നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അന്തരീക്ഷം എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിള്ളേര് എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു കഥയുണ്ട്. പിള്ളേര് എന്നാണ് ആ കഥയുടെ പേര്. വിനു ജോസഫ് എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയിട്ടുള്ളതാണ്. കുട്ടിക്കവിതയാണ്, 4-5 വരികളേ ഉള്ളൂ. ഒരു പാത്രം വെള്ളവും 1 സഞ്ചി മണലും കൊടുത്തു നോക്കണം കുട്ടികൾക്ക്. ഒരു പാത്രം വെള്ളവും 1 സഞ്ചി മണലും കൊടുത്തു നോക്കണം കുട്ടികൾക്ക്. അവരതുകൊണ്ട് കടലുണ്ടാക്കി മീതെ യേശുവായി നടക്കും. അവരതുകൊണ്ട് കടലുണ്ടാക്കി മീതെ യേശുവായി നടക്കും. അതാ കുട്ടികളുടെ ഭാവന. ആ ഭാവനയാണ് പലപ്പോഴും നമ്മൾ മാർക്കിന്റെ അതിപ്രസരത്തിൽപ്പെട്ട് നമ്മൾ പലപ്പോഴും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. പഠിക്കേണ്ടെന്നല്ല കേട്ടോ, മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് പഠിക്കേണ്ട, നല്ല മാർക്ക് വാങ്ങണം. ഈ സ്കൂളിനും ഈ മാനേജ്മെന്റിനും നിങ്ങളുടെ മാതാപിതാക്കൾക്കും ഈ പ്രദേശത്തിനുമൊക്കെ അഭിമാനകരമായ മാർക്കൊക്കെ വാങ്ങി നിങ്ങൾ പഠിച്ചു പോകണം. അങ്ങനെ പഠിച്ചു പോകുന്നതിനിടയിലാണ് നമ്മൾ കാർ ടു കാർപ്പറ്റ് ജീവിതം എന്ന് നമ്മൾ പറയും. കാറിൽ നിന്നിറങ്ങി സ്കൂളിലെ കാർപ്പറ്റിലേക്ക് മാത്രം കൊണ്ടു നിർത്തുന്ന നമ്മുടെ മക്കൾ. അതിനപ്പുറത്ത് ഈ കാർപ്പറ്റിന്റെ മറുപുറത്താണ് കുറെ ജീവിതങ്ങൾ ഉള്ളത് എന്ന് കൂടി മനസ്സിലാക്കുമ്പോഴാണ് വിദ്യാഭ്യാസം പൂർണ്ണമാകുക എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ കാർപ്പറ്റിന്റെ മറുപുറത്താണ് കാസർഗോഡ് ജില്ലയിലെ 7 പഞ്ചായത്തുകളിൽ വളരെ വ്യത്യസ്തമായ രൂപങ്ങളോടെ പിറന്നു വീഴുന്ന, ഇന്നുവരെ സ്കൂളിന്റെ പടി കാണാൻ പറ്റാത്ത എൻഡോസൾഫാൻ ബാധിതരായ കുട്ടികളുള്ളതെന്നും അവർക്ക് കാലാകാലങ്ങളായി മാറി മാറി വരുന്ന സർക്കാരുകൾ അനുവദിക്കുന്ന ആനുകൂല്യങ്ങൾ കൃത്യമായി കൊടുക്കാത്തത് കൊണ്ട് ഈ നിർധനരായ മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളെയും പേറി, രോഗാതുരരായ കുട്ടികളെയും പേറി നെഞ്ചത്തും മുതുകത്തും മടിയിലുമൊക്കെ വെച്ച് സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ കയറി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിൽ വന്ന് സമരം ചെയ്യേണ്ടി വരുന്ന ഗതികേടുള്ള സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കൾ IAS-കാരാകണമെന്നും ഡോക്ടർ ആകണമെന്നും എഞ്ചിനീയർ ആകണമെന്നും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഇവർക്ക് വേണ്ടിയാണ് മകനെ നീ എഞ്ചിനീയർ ആകുന്നത്, ഡോക്ടർ ആകുന്നത്, സർക്കാർ ഉദ്യോഗസ്ഥനാകുന്നത് എന്നുകൂടി പറഞ്ഞു കൊടുക്കുമ്പോഴാണ് വിദ്യാഭ്യാസം പൂർണ്ണമാകുക എന്ന് ഞാൻ വിചാരിക്കും. നമ്മൾ ഹൗ ടു മാനേജ്, ഹൗ ടു ഫേസ് ആൻ ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോൾ, എന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പ്രത്യേകം തയ്യാറാക്കി വിടുമ്പോൾ, ഈ ഇന്റർവ്യൂ സമയത്ത് കുട്ടികളോട് ഇന്റർവ്യൂ എങ്ങനെ ഹൗ ടു ഫേസ് എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ ഉത്തരം അറിയാമെങ്കിലും അറിയില്ലെങ്കിലും ചിരിച്ചുകൊണ്ട് പറയണം.
നിങ്ങൾ നല്ല വേഷം ധരിക്കണം, ബെൽറ്റ് ധരിക്കണം, ഷൂ ധരിക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു വന്ന് ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിലെത്തി ആളുകൾ, ഇന്റർവ്യൂ ബോർഡിലെ അംഗങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മകൾ ഇവിടെ ഇരിക്കുകയും ഹൗ ടു ഫേസ് ആൻ ഇന്റർവ്യൂക്കാരൻ പഠിപ്പിച്ചതുപോലെ ചിരിക്കുകയും അറിയുന്നതിനും അറിയാൻ പാടില്ലാത്തതിനുമൊക്കെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയും ഒടുവിൽ ജോലി കിട്ടുകയും ചെയ്ത് കഴിയുമ്പോൾ അവിടെയാണ് മാതാപിതാക്കളുടെ റോള് ഉണ്ടായി തുടങ്ങുന്നത്. ഇവനൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ, നമ്മുടെ മക്കൾക്ക് ജോലി കിട്ടിക്കഴിയുമ്പോൾ അവൻ ഈ ഇന്റർവ്യൂ ബോർഡിലെ ആളുകൾ ഇരുന്ന സ്ഥലത്ത് ഇരിക്കുകയും അവന്റെ മുന്നിലേക്ക് ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളും ദാരിദ്ര്യങ്ങളും ദുഃഖങ്ങളും സഹനങ്ങളും ഒക്കെ പേറി ആയിരക്കണക്കിന് ആളുകൾ നിരയിട്ട് വരുമ്പോൾ അവൻ അന്ന് ഇന്റർവ്യൂ ബോർഡിനോട് ചിരിച്ച ചിരി ഈ സാധാരണക്കാരനോട് ചിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസത്തിൽ എന്തോ പരാജയപ്പെട്ടു എന്ന് നമ്മൾ പറയേണ്ടി വരും. ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ഇന്നും ഓഖി തിരമാല ആഞ്ഞടിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും തങ്ങളുടെ പ്രിയപ്പെട്ടവർ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് കരുതി പടിഞ്ഞാറെ കടലിലേക്ക് നോക്കി കൈക്കുഞ്ഞുങ്ങളുമായി ഇരിക്കുന്ന മാതാപിതാക്കളുള്ള ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ മക്കളോട് പറയുമ്പോഴാണ് അവർക്ക് പഠിക്കാൻ തോന്നുന്നത്. നിങ്ങൾ പടി 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 എന്ന് പറഞ്ഞാൽ പഠിക്കാൻ പോകുന്നില്ല. എന്തിനാണ് നീ പഠിക്കുന്നത് എന്നുകൂടി പറയുമ്പോഴാണ് വിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണത ഉണ്ടാകുന്നത്. അത്തരത്തിൽ ഈ ചവിട്ടുതടിക്കയുടെ മറുപുറത്തുള്ള ഈ പറയുന്ന എൻഡോസൾഫാൻ കുഞ്ഞുങ്ങളെയും ഈ പറയുന്ന ഓഖി തിരമാലയെടുത്ത കുഞ്ഞുങ്ങളെയും പാലക്കാട്ടെ അട്ടപ്പള്ളത്ത് നമ്മുടെ പിഞ്ചോമനകളുടെ പ്രായമുള്ള പെൺകുട്ടികൾ നരാധമന്മാർ കൊന്നു തള്ളുമ്പോഴും ഒക്കെ നമ്മുടെ മക്കളെ അത്തരം വാർത്തകളിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയും എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഉന്നയിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നത്. അതിന് മാതാപിതാക്കൾ എത്രമാത്രം തയ്യാറാണോ അവിടെയാണ് വിദ്യാഭ്യാസത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ എന്ത് തരം മാതൃകകളാണ്, എന്ത് തരം അന്തരീക്ഷമാണ് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ലക്ഷ്മിയൻ മേനോൻ എന്ന് പറയുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു നമുക്ക്. നെഹ്റു മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ലക്ഷ്മിയൻ മേനോൻ, ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആളുകൾക്കൊക്കെ നല്ല ഓർമ്മയുണ്ടാവും. അവരെ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, 3-ലോ 4-ലോ പഠിക്കുന്ന സമയത്ത് സ്വർണ്ണ വളയും കമ്മലും മാലയും ഒക്കെ അണിഞ്ഞ് സ്കൂളിലേക്ക് പോകുകയാണ്. ലക്ഷ്മി ഇതന്നെ ഈ അണിഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പോൾ ലക്ഷ്മിയുടെ അച്ഛൻ വരാന്തയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹം ഒരു ഹെഡ് മാസ്റ്റർ കൂടിയായിരുന്നു. അദ്ദേഹം വിളിച്ചു, മോളെ ലക്ഷ്മി. എന്നിട്ട് ഒരൊറ്റ ചോദ്യമാണ്, ഞാൻ മാതാപിതാക്കളുടെ റോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. എന്നിട്ടൊരൊറ്റ ചോദ്യമാണ് ലക്ഷ്മിയോട്, മോളെ ലക്ഷ്മി, നീ അണിഞ്ഞിരിക്കുന്നത് പോലെ സ്വർണമാലയും വളയും കമ്മലും ഒക്കെ അണിഞ്ഞ് വരാൻ സാമ്പത്തിക ശേഷിയുള്ളവരാണോ നിന്റെ കൂടെ ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന കുട്ടികൾ എന്നൊരൊറ്റ ചോദ്യമാണ്. 3-ലോ 4-ലോ പഠിക്കുന്ന ഒരു പിഞ്ചോമനയോട് സ്വന്തം അച്ഛൻ ചോദിക്കുന്ന ചോദ്യമാണ്. ഇത് കേട്ട ലക്ഷ്മി മുറ്റത്ത് നിന്ന് തിരികെ മുറിയിലേക്ക്, വീടിനകത്തളത്തിലേക്ക് കയറി ചെന്ന് തന്റെ ശരീരത്തിലുണ്ടായ മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും അഴിച്ചു വെച്ച് സ്കൂളിലേക്ക് പോവുകയാണ്. ആ 4-ാം ക്ലാസ്സിൽ പഠിച്ച ലക്ഷ്മി അന്നഴിച്ചു വെച്ച സ്വർണ്ണാഭരണങ്ങൾ ഒന്നും ഇന്ത്യ കണ്ടെത്തിയ ആൾ, നെഹ്റുവിനോടൊപ്പം ലോകം മുഴുവൻ സഞ്ചരിച്ച ലക്ഷ്മി, ലോകത്തെ മുഴുവൻ, ഇന്ത്യയെ മുഴുവൻ കണ്ടെത്തിയ ലക്ഷ്മി ഇത്രയേറെ വർഷങ്ങൾ കഴിഞ്ഞ് 100-ാം വയസ്സിൽ മരിക്കുന്നത് വരെ ആഭരണങ്ങളൊന്നും അണിഞ്ഞിട്ടില്ല. ഒരച്ഛൻ കൊടുക്കുന്ന ഒരു സ്ട്രോക്കാണ്, ഒരച്ഛൻ കൊടുക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരൊറ്റ സ്ട്രോക്കാണ്. നമ്മളുടെ മക്കൾ ഓരോ സാധനങ്ങൾക്കും ഇങ്ങനെ വില പേശുമ്പോൾ അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നമ്മൾ നെട്ടോട്ടം ഓടുമ്പോൾ മക്കളോട് ചോദിക്കേണ്ട ചോദ്യങ്ങളിൽ ഒന്നാണ്, നിന്റെ ക്ലാസ്സിൽ എത്ര പേർക്ക് ഇതുണ്ട്, എത്ര പേർക്ക് ഇതിനാവും എന്നുള്ള ചോദ്യം. അവിടെയാണ് മാറ്റങ്ങൾ. മക്കളിലേക്ക് നമ്മൾ പോസിറ്റീവായിട്ടുള്ള ചില ചിന്തകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് ഒന്ന് ചിന്തിക്കാൻ പറ്റുന്നത്. ഞാൻ ഈ ഓടിക്കൊണ്ടിരിക്കുന്നതിനപ്പുറത്തൊരു ലോകമുണ്ട് എന്ന്, ഇവിടെ ഈ കാർപ്പറ്റിനപ്പുറത്ത്, കാർപ്പറ്റിന്റെ മറുപുറത്തൊരു ജീവിതമുണ്ട് എന്നവൻ മനസ്സിലാക്കുമ്പോൾ, നിങ്ങൾ ആരും ഞാൻ പറഞ്ഞില്ലേ പഠിക്കുക എന്ന് പറയേണ്ട ഒരു കാലമേ ഇല്ല നമ്മുടെ മുന്നിൽ. അപ്പൊ അത്തരത്തിൽ നമ്മൾ രണ്ടേ രണ്ട് വിഷയങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. രണ്ടേ രണ്ട് വിഷയങ്ങളെ നമ്മൾ ആലോചിക്കേണ്ടതുള്ളൂ, മക്കളും മാതാപിതാക്കളും. അതിലൊന്ന്, നിങ്ങൾ മാതാപിതാക്കൾ അവന്റെ സ്കൂൾ ടൈം കഴിഞ്ഞാൽ 24 മണിക്കൂറിൽ അവന്റെ ഉറക്ക സമയവും കഴിഞ്ഞാൽ നിങ്ങൾ മാതാപിതാക്കൾ മക്കളുമായി ഒരു ദിവസം എത്ര സമയം സംസാരിക്കുന്നുണ്ട് എന്നൊന്ന് ആലോചിച്ചു നോക്കുക മാത്രം മതി. എല്ലാ പ്രശ്നങ്ങളും
നാട്ടിലെ അവസാനിക്കും. എത്ര സമയമാണ് ഒരു ദിവസം നിങ്ങൾ മക്കളുമായി സംസാരിക്കുന്നത്? അവനെ സ്കൂളിലേക്ക് കയറ്റി വിടുമ്പോൾ മുതൽ സ്കൂളിൽ നടന്ന സംഭവങ്ങൾ, തിരിച്ചു വരുമ്പോഴുണ്ടായ സംഭവങ്ങൾ എല്ലാം നിത്യവും നിങ്ങൾ അവരോട് ചോദിക്കുന്നവരാണോ, ഒപ്പം ഇരുന്ന് സംസാരിക്കുന്നവരാണോ എന്നുള്ള ചോദ്യം മാത്രം മതി. അതിനൊരു ഉത്തരം നമ്മൾ കണ്ടെത്തിയാൽ മതി. മക്കളും അത് തന്നെ ഉത്തരം കണ്ടെത്തിയാൽ മതി. ഞാൻ എൻ്റെ മാതാപിതാക്കളോട് എത്ര സമയം വീട്ടിൽ പോയാൽ സംസാരിക്കാറുണ്ട് എന്നൊരു ഉത്തരം കണ്ടെത്തിയാൽ തീരുന്ന പ്രശ്നങ്ങളെ കേരളത്തിലുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകളും അത്തരത്തിൽ മാതാപിതാക്കളോടൊപ്പം ഇരുന്ന് സംസാരിക്കുകയും പറയുകയും വഴക്കിടുകയും അവരുടെ തല്ലുവാങ്ങുകയും ചീത്ത പറച്ചിലൊക്കെ കേൾക്കുകയും ഒക്കെ ചെയ്തിരുന്ന മാതാപിതാക്കളാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ മക്കൾക്ക് അറിയാമോ? തിരിച്ചറിവായ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ വരുമാനം അറിയാമോ എന്നുള്ള ചോദ്യത്തിനു കൂടി നിങ്ങൾ ഉത്തരം കണ്ടെത്തിയാൽ മതി. നിങ്ങളുടെ വരുമാനം മക്കളും അറിയണം. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ കൂലിപ്പണിയാണെങ്കിലും ഏത് പണിയാണെങ്കിലും എല്ലാത്തിനും കൂലിയുള്ള പണി തന്നെയാണ്. ശമ്പളം എന്ന് പറയുന്നത് നമ്മളൊരു ആലങ്കാരികമാണ്, എല്ലാം കൂലിയാണ്. ഏത് പണിയുമായിക്കോട്ടെ, മക്കൾ അപ്പന്റെയും അമ്മയുടെയും തൊഴിൽ ഏത് സമൂഹത്തിന്റെ മുന്നിലും ഉറക്കെ വിളിച്ചു പറയാൻ തന്റെ ഇടമുള്ള ആർജവമുള്ള പിള്ളേരായിട്ടാണ് നമ്മുടെ മക്കൾ വളരേണ്ടത്. നമ്മുടെ മാതാപിതാക്കൾ അധ്വാനിച്ച് ഒരു ദിവസം ഉണ്ടാക്കുന്ന തുക വീട്ടിലെ അച്ഛനും അപ്പനും അമ്മൂമ്മയും ഉണ്ടെങ്കിൽ അവരുടെ ചികിത്സ, അവരുടെ നോട്ടം, മറ്റുള്ള മക്കളുടെ പഠനം, എൻ്റെ ചേട്ടന്റെയും ചേച്ചിയുടെയും പഠനം, എൻ്റെ മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ, വീട്ടിലെ ആവശ്യങ്ങൾ, ഇതെല്ലാം തികയ്ക്കാനുള്ള പണം എൻ്റെ മാതാപിതാക്കൾക്ക് നിത്യേന കിട്ടുന്നുണ്ടോ, മാസത്തിൽ കിട്ടുന്നുണ്ടോ എന്ന് പ്രായപൂർത്തിയായ മക്കൾ അറിയുകയും, അറിയില്ലെങ്കിൽ നിങ്ങൾ മാതാപിതാക്കൾ അവരെ അറിയിക്കുകയും ചെയ്യുന്ന നിമിഷം മുതൽ നിങ്ങൾ വളരെ ഇമ്പമുള്ള ഒരു കുടുംബമായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. നമ്മൾ ചില യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒളിച്ചോടിയിട്ടൊന്നും കാര്യമില്ല. യാഥാർത്ഥ്യങ്ങൾ നമ്മൾ യാഥാർത്ഥ്യങ്ങളായി മനസ്സിലാക്കുകയും അവരെ ബോധ്യപ്പെടുത്തുകയും കൂടെ വേണം. പുതിയ കാലത്തെ ചർച്ചകളിലൊക്കെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രായമായവരെ കുറിച്ചുള്ള വലിയ ആശങ്കകൾ നമ്മുടെ ഇന്ത്യയിൽ വല്ലാണ്ട് ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. പ്രായമായവർ മാത്രം അടങ്ങുന്ന ഒരു രാജ്യം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. പ്ലാവില കൊട്ടിയ കുമ്പിളിൽ തുമ്പതൻ പൂപോലിത്തിരി ഉപ്പുതരിയെടുത്ത് ആവി പാറുന്ന കഞ്ഞിയിൽ തൂവി പതുക്കെ പറയുന്നു മുത്തശ്ശി, ഉപ്പ് ചേർത്താലേ രുചിയുള്ളൂ. കഞ്ഞിയിൽ ഉപ്പുതരി വീണ് അലിഞ്ഞു മറഞ്ഞു പോവും മട്ടിൽ എന്നുണ്ണി, നിൻ മുത്തശ്ശിയും നിന്ന നിൽപ്പിൽ ഒരു നാൾ മറഞ്ഞു പോവും. എങ്കിലും നിന്നിലെ ഉപ്പായിരിക്കുമേ മുത്തശ്ശിയെന്നും എന്നുണ്ണിയെ വിട്ട് എങ്ങു പോകുവാൻ. അത്രയേറെ നമ്മുടെ കുഞ്ഞുമക്കളെ സ്നേഹിക്കുന്ന മുത്തശ്ശിയും മുത്തച്ഛനുമുള്ള വീട്ടിൽ, അവിടെ നമ്മുടെ മക്കൾ രാവിലെ പുറത്തേക്ക് സ്കൂളിലേക്ക് ഇറങ്ങി പോരുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും അവരോട് നീ ഒരു മുത്തശ്ശിക്ക് ഒരു ഉമ്മ കൊടുത്തിട്ടാണോ പോകുന്നത്, മുത്തശ്ശന് ഒരു ഉമ്മ കൊടുത്തിട്ടാണോ പോകുന്നത് എന്ന് ചോദിക്കുന്ന എത്ര മാതാപിതാക്കളുള്ള നാടാണ് നമ്മുടേത് എന്ന് നമ്മൾ ആലോചിക്കും. നമ്മുടെ വീടുകളിൽ എന്താണ് നടക്കുന്നത്? ഇനി അവർ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ ആ മുറിയുടെ മുന്നിൽ പോയി ഒന്ന് നമസ്കരിച്ചിട്ട് വേണം നീ സ്കൂളിലേക്ക് പോകാൻ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഗുരുവായൂർ അമ്പലനടയിലും മലയാറ്റൂർ പള്ളിനടകളിലും നട തള്ളുന്ന അപ്പനപ്പൂപ്പന്മാരുടെ കഥകൾ കേട്ട് ഞെട്ടാനുള്ളവരല്ല നമ്മൾ. നമ്മുടെ വീട്ടുമുറ്റങ്ങളിൽ, നമ്മുടെ അകത്തളങ്ങളിൽ ഇരിക്കുന്ന മാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ മുമ്പിൽ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങൾ കൂടി നമ്മൾ ഉത്തരം കണ്ടെത്തണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം അടുത്ത വരവിൽ നമ്മളാണ് ഇതൊക്കെ ആകാൻ പോകുന്നത്. നമ്മുടെ ജീവിതം ഇതിലും കഷ്ടമായിരിക്കും എന്നുള്ളത് ഓർത്തുവാണ്. അപ്പൊ അത്തരത്തിൽ നമ്മളുടെ മക്കൾക്ക് ഏതൊക്കെ രീതിയിൽ എന്തെല്ലാം കൊടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് മാതാപിതാക്കളാണ്. അവരുടേതായ ഏറ്റവും മനോഹരമായ കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മക്കൾ ഒരു കൂട്ടുകാരനെയും കൊണ്ടും ഒരു കൂട്ടുകാരിയെയും കൊണ്ടും മക്കൾ ചീത്തയാവില്ല എന്നുള്ള പ്രമാണം നമ്മൾ ഓർത്തണം. അവന്റെ കൂടെ കൂടി എൻ്റെ മകൻ ചീത്തയായി എന്ന് പറയാൻ ഒരു മാതാവിനും ഒരു പിതാവിനും നമ്മുടെ കേരളത്തിൽ അർഹതയില്ല. എൻ്റെ മകനാണ് എങ്കിൽ എൻ്റെ മകൻ എങ്ങനെ ചിന്തിക്കണമെന്ന് ആലോചിക്കുന്നത് നമ്മളാണ്. അതാണ് ചോദ്യം നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ജീവിതം ഖലീൽ ജിബ്രാൻ പറയും, അതിമനോഹരമായി ഖലീൽ ജിബ്രാൻ പറയുന്ന ഒരു വാചകമുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടേതല്ല, അവർ നിങ്ങളിലൂടെ വന്നു, പക്ഷേ നിങ്ങളിൽ നിന്നല്ല. അവർ നിങ്ങളോടൊപ്പമാണെങ്കിലും നിങ്ങളുടെ സ്വന്തമല്ല. അവർക്ക് നിങ്ങളുടെ സ്നേഹം നൽകുക, നിങ്ങളുടെ ചിന്തകൾ അരുത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവർക്ക് സ്വന്തം ചിന്തകളുണ്ട്. നിങ്ങൾക്ക് അവരെ പോലെയാകാൻ യത്നിക്കാം. നിങ്ങളെ
അവരെ നിങ്ങളെ പോലെയാക്കാൻ ശ്രമിക്കരുത് എന്ന് പറയുന്നു. ഇത് നമ്മുടെ മക്കളുടെ വളർച്ചയില്, നമ്മുടെ മക്കളുടെ ഓരോ ദിനവും നമ്മൾ എത്രമാത്രം ആണ് ആളുകളോട്, ഏത് രീതിയിലാണ് നമ്മുടെ മക്കളോട് അവരുടെ മുന്നിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എത്തരത്തിലാണ് പോകുന്നത് എന്നൊക്കെ തിരിച്ചറിയാനുള്ള ഓരോ നിമിഷവും വീട്ടിന്റെ അകത്തളങ്ങളിൽ ഉണ്ടാകണം. നമ്മുടെ മക്കളുടെ സംസാരം നമ്മളോടൊപ്പം ആകുമ്പോൾ നമുക്കറിയാം അവൻ എങ്ങോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം കഴിഞ്ഞ് ഒന്നും മിണ്ടാതെയും പറയാതെയും, ചില വീടുകളിൽ കണ്ടിട്ടില്ലേ, ചില വീടുകളിൽ മക്കൾ +2 കഴിഞ്ഞാൽ പിന്നെ മുറിയിലേക്ക് കയറില്ല. കാരണം അവൻ അവിടെ നമുക്കെതിരെ ബോംബ് നിർമ്മിക്കുകയാണല്ലോ. ചില മക്കൾ വളർന്നു കഴിഞ്ഞാൽ മാതാപിതാക്കൾ അവരുടെ ദേഹത്ത് തൊടില്ല. അവൻ എത്ര വലിയ ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും IAS സിവിൽ സർവീസ് ഒക്കെ പാസ്സായി വന്നാലും അവൻ വന്ന് നമ്മുടെ മുന്നിൽ പറയുമ്പോൾ അവൻ ആഗ്രഹിക്കുന്നത് അപ്പന്റെ അമ്മയുടെയും ഒരു തലോടലും ഒരു കെട്ടിപ്പിടുത്തവും ഒക്കെയാണ് കേട്ടോ. അവനങ്ങ് മുതിർന്നു പോയത് കൊണ്ട് ഇതൊന്നും പാടില്ല എന്നൊന്നുമില്ല. മക്കൾ മാതാപിതാക്കളുടെ സ്പർശനമേറ്റാണ് വളരേണ്ടത്. ആ സ്പർശനത്തിൽ ഒരു അഗ്നിസ്ഫുലിംഗമുണ്ട്, അതാണ് അവൻ വളർത്തുന്നത്. അവിടെയാണ് അവൻ മനസ്താപപ്പെടുന്നത്. ആ ഒരു കെട്ടിപ്പിടുത്തത്തിൽ, ആ ഒരു തലയിൽ ഒരു തുല്യം ചാർത്തലിൽ അവൻ മനസ്താപപ്പെട്ടു പോകും. അവന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു അബദ്ധം, തെറ്റ് എൻ്റെ അപ്പനും അമ്മയും പറയുന്നത് കേൾക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റാൻ പറ്റും. നിങ്ങൾ ചിരിക്കുന്നവരാണോ? നന്നായിട്ട് ചിരിക്കുന്നവരാണോ നിങ്ങൾ? എനിക്ക് ചിരി കാണാൻ വയ്യ, ഇതുള്ളത് കാരണം. ചിരിക്കോ നിങ്ങൾ? ചിരിക്കണം കേട്ടോ. മക്കളൊക്കെ ചിരിക്കാതെയാ വളരുന്നത്. ഇന്റർവ്യൂ ബോർഡിലൊക്കെ ഇരിക്കുമ്പോഴേ എന്തോ ഒരു പാടാന്നറിയോ മക്കളൊക്കെ ഒന്ന് ചിരിപ്പിച്ചെടുക്കാൻ. ചിരിക്കാതെ ഇരിക്കരുത്. നന്നായി വീടുകളിലൊക്കെ ചിരിക്കണം കേട്ടോ. തമാശയൊക്കെ കേട്ടാ, മക്കളുടെ തമാശയൊക്കെ കേട്ടാ ചിരിക്കണം. ഒരിക്കലും ഒരു വീട്ടിൽ ചെന്നപ്പോ അവിടെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുണ്ട്. അപ്പൊ ഈ 4, 3 ക്ലാസ്സിലേക്ക് കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇങ്ങനെ അവർ ക്ലാസ് മുറികളിലൊക്കെ കേൾക്കുന്ന കൊച്ചു കൊച്ചു കഥകളൊക്കെ ഓടി ഒന്ന് വീട്ടിൽ പറയും. അപ്പൊ എല്ലാവരും ചിരിക്കണമെന്നൊക്കെ ആഗ്രഹിക്കും. അങ്ങനെയൊക്കെയുള്ള മക്കളാണ്. അപ്പൊ വീട്ടിൽ അവൻ അന്ന് സ്കൂളിൽ നിന്ന് കേട്ട ഒരു വലിയ തമാശ പൊട്ടിക്കാമെന്ന് കരുതി രാത്രി വന്നു. മുത്തച്ഛനുണ്ട്, മുത്തശ്ശിയുണ്ട്, ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്, അമ്മയുണ്ട്, അപ്പനുണ്ട്. എല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ, വട്ടം കൂടിയിരിക്കുമ്പോഴത്തേക്കും ഇവൻ ഈ തമാശ പറഞ്ഞു. എല്ലാവരും കക്കാന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ചിരിച്ചു. അവിടെ ഒരുത്തിന് ഇരിപ്പുണ്ട് ചിരിക്കാതെ. ആരായിരിക്കും? അപ്പൻ തന്നെ. അപ്പൻ ചിരിക്കുന്നേയില്ല. അപ്പൊ ഭാര്യ പറഞ്ഞു, എന്റെ മനുഷ്യ, ആ പയ്യനൊരു തമാശ പറഞ്ഞല്ലേ, ഒന്ന് ചിരിച്ചുകൂടെ എനിക്ക്. അപ്പൊ ഈ അപ്പന്റെ ഒരു വിജ്ഞപ്തി പ്രസംഗമുണ്ട്, അത് നമ്മൾ ഞെട്ടിച്ചു കളഞ്ഞു. പുള്ളി ഒറ്റ അടിയാണ്. എടി, ഇതൊക്കെ നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഉള്ള തമാശകളല്ലേ? ചെറുക്കൻ 4ാം ക്ലാസ്സിലാ. ഈ തിരിച്ചറിവാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. നിങ്ങൾ വലിയ ബുദ്ധിജീവികളൊക്കെ ആയിരിക്കും, അത് വലിയ തമാശകളൊക്കെ അറിയാവുന്നവരായിരിക്കും. പക്ഷെ മോനത് അവന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷത്തിലേക്കാണ് അവൻ കടന്നു വരുന്നത്. ആ സുന്ദരമായ നിമിഷത്തെ നമ്മളൊന്ന് ഉൾക്കൊള്ളണേ. അപ്പൊ അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ അവന് ഒരു വീട്ടിലേക്ക് വരാനും, തിരിച്ച് സ്കൂളിലേക്ക് വരുമ്പോൾ അവന് സ്കൂളിലേക്ക് പോകാനുമുള്ള ഒരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അവന്റെ സന്തോഷങ്ങളിൽ നമ്മൾ അകമഴിഞ്ഞ് സന്തോഷിക്കുകയും അവന്റെ ദുഃഖങ്ങളിൽ അവനെ കരയാൻ പഠിപ്പിക്കണ്ടേ? നമ്മൾ മക്കളെ ചിരിപ്പിക്കാൻ മാത്രമാണോ? കരയാൻ പഠിപ്പിക്കണ്ടേ? ഇപ്പൊ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഈ മരിച്ച വീടുകളിലൊക്കെ ചെന്നാൽ കുട്ടികളെ കാണില്ല. തൊട്ടപ്പുറത്തെ ആൾ മരിച്ചാലും കുട്ടികളുമായിട്ട് ആ വീട്ടിൽ പോവില്ല. കാരണം മോന് നാളെ പരീക്ഷയാണ്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ മക്കൾ മരണത്തെ തിരിച്ചറിയുക? പിന്നെ എങ്ങനെയാണ് നമ്മുടെ മക്കൾ ചോരയെ ഒന്ന് പേടിക്കുക? മക്കളുടെ ഒരു സോഷ്യലൈസിങ് പ്രോസസ് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മളൊക്കെ ആ സോഷ്യലൈസിങ് പ്രോസസ്സിലൂടെ കടന്നു പോയത് കൊണ്ടാണ് ഇന്നിവിടെ വന്നിരിക്കാൻ തോന്നുന്നത്. അപ്പൊ മക്കളെ നമ്മുടെ ആ സോഷ്യലൈസിങ് പ്രോസസ്സിലൂടെ അയൽക്കാരെടുത്ത് കൊണ്ടുപോവുകയും അയൽക്കാരെ പരിചയപ്പെടുത്തുകയും എൻ്റെ മകനാണെന്ന് നമ്മുടെ പ്രായത്തിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അവൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അത്ര നല്ല സ്ഥലമല്ലെന്ന് തോന്നിയാൽ നമ്മുടെ കൂട്ടുകാരായാലും ഇത് ഇന്നയാളുടെ മോനല്ലേ എന്ന് പറഞ്ഞ് പിടിച്ചു കൊണ്ടുവന്നിരുന്ന നമ്മുടെ ഒരു കാലത്തിലേക്ക് നമ്മൾ വരിക. മക്കളെ ഇങ്ങനെ വല്ലാണ്ട് അടച്ചുകൂട്ടി നമ്മൾ വളർത്തിയിട്ടൊരു കാര്യമില്ല. അവർ കളിക്കട്ടെ. ഈ സ്കൂളിൽ നടന്ന എല്ലാ പ്രോഗ്രാമുകളും കാണിച്ചു. അവർ കളിക്കട്ടെ, അവർ ആടട്ടെ, അവർ പാടട്ടെ.
അവരെ വീട്ടിൽ പാടാൻ അനുവദിക്കണം. ചില വീട്ടിലുള്ള പ്രശ്നം, മക്കൾ ചിരിച്ച ഉടനെ അച്ഛൻ്റെ അമ്മയുടെ ഒരു വർത്താനമാണ്, ചിരിച്ചോ, പരീക്ഷയ്ക്ക് മാർക്ക് വരുമ്പോൾ ഈ ചിരി കണ്ടാൽ മതി. ശരിയുടെ ജീവിതത്തിൽ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാൻ വേണ്ടി മാത്രമാണോ നമ്മൾ ജീവിക്കുന്നത്? മക്കൾ ചിരിക്കട്ടെ. പണ്ട് മാതാപിതാക്കൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നു, പെൺകുട്ടികൾ ഉറക്കി ചിരിക്കരുതെന്ന് പറയുമായിരുന്നു വീടുകളിൽ. ചിലപ്പോൾ അത് ഓർമ്മയുള്ളവരൊക്കെ ഇവിടെ ഇപ്പുണ്ടാവും. അതിനെന്താ കാരണം? ഒരു കാരണമുണ്ടായിരുന്നു. എന്തായിരുന്നു? അയലോക്കത്ത് കേൾക്കും എന്നായിരുന്നു എൻ്റെ മറുപടി. അമ്മയപ്പനും തമ്മിൽ എല്ലാ ദിവസവും അടിയാണ്, അതെല്ലാ അയലോക്കക്കാർക്കും അറിയാം. പക്ഷെ പെമ്മക്കൾ ചിരിക്കരുത്. നമ്മുടെ പെൺകുട്ടികളുടെയൊക്കെ ചിരി കണ്ടു വേണം കേരളത്തിന്റെ ഓരോ പ്രഭാതങ്ങളും പൊട്ടിവിടരാൻ. എപ്പോഴാണ് ചിരി പ്രശ്നമാകുക എന്നുകൂടി അവർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ മക്കൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ, ബസ്സിൽ കയറുമ്പോൾ എപ്പോഴാണ് നമ്മളുടെ എപ്പോഴാണ് അവർ ചിരിയെ വളരെ ഗൗരവമായി എടുക്കേണ്ടത്? നമ്മളെല്ലാ മക്കളെയും അവരുടെ ഒരു ലക്ഷ്മണ രേഖ വരച്ച് തന്നെ വേണം മുന്നോട്ട് പോകാൻ എന്ന് പറഞ്ഞു കൊടുക്കണം. ഏതെങ്കിലും ഒരുത്തിയുടെ കൈ, കാല്, ചിരി, നോട്ടം, തൊടൽ എപ്പോഴെങ്കിലും ഞാൻ വരച്ച ലക്ഷ്മണ രേഖയ്ക്ക് ഇപ്പുറത്ത് കടന്നാൽ അവന്റെ മുഖത്ത് നോക്കി, അവളുടെ മുഖത്ത് നോക്കി തന്റെ പരിധി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാനുള്ള ആർജവവും നട്ടലും ധൈര്യവും നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം. അവിടെ തീർന്നു എല്ലാ പ്രശ്നങ്ങളും. അത് നമ്മുടെ സ്കൂളിൽ നിന്നും പകർന്നു കൊടുക്കണം, നമ്മുടെ വീടുകളിൽ നിന്നും പകർന്നു കൊടുക്കണം. അതിനൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. നമ്മളെല്ലാം കഴിഞ്ഞിട്ട് സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ മക്കളുടെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എത്ര സമയം നിങ്ങളുടെ മക്കളോട് സംസാരിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് കൂടി ഉത്തരം കണ്ടെത്തിയാൽ തീരുന്ന പ്രശ്നങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ. എനിക്ക് തോന്നുന്നു നിർത്താറായി എന്ന് തോന്നുന്നു, അല്ലേ സിസ്റ്റർ? ഓക്കെ, ഞാൻ അവസാനത്തിലേക്ക് കടക്കുകയാണ്. അപ്പോ അത്തരത്തിൽ നമ്മൾ മാതാപിതാക്കൾ നമ്മളുടെ മക്കളുടെ ഒപ്പം നിൽക്കുക, അധ്യാപകർ വിദ്യാർത്ഥികളുടെ ഒപ്പം നിൽക്കുക എന്നതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസ കാലത്ത് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഒന്നും ചെയ്യാനില്ല. അവരുടെ ഒപ്പം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ രണ്ടു തരം പേരൻസ് ഉണ്ട്. ഹെലികോപ്റ്റർ പേരൻസും ഈ മിലിറ്ററി പേരൻസും ഉണ്ട്. അതും ആകരുത്. മിലിറ്ററി പേരൻസ് എന്ന് പറഞ്ഞാൽ നീ അങ്ങോട്ടേ നോക്കാവുള്ളൂ, ഇങ്ങനെ ഇരിക്കാവുള്ളൂ, അവിടെ അതേ പറയാവുള്ളൂ, അങ്ങോട്ട് വരരുത്, അവരുടെ അടുത്ത് പോകരുത്. നോ, മിലിറ്ററി പേരൻസ് ആകരുത്. അതോടൊപ്പം ഹെലികോപ്റ്റർ പേരൻസും ആകരുത്. അവൻ എങ്ങോട്ടാ പോകുന്നത്, ഏതൊക്കെ പെൺകുട്ടികളോടാ മിണ്ടുന്നത്, അവളെ ഏതൊക്കെ ചെറുക്കനോടാ മിണ്ടുന്നത്, ഇങ്ങനെ ഈ അന്തരീക്ഷത്തിൽ പറന്ന് നടന്ന് ഇങ്ങനെ അവരുടെ പിന്നാലെ നടക്കരുത്. ഞാൻ അതാണ് പറഞ്ഞത്. നമ്മുടെ മക്കളെ തിരിച്ചറിയുകയും നമ്മുടെ മക്കളോട് സംസാരിക്കുകയും അവരുടെ അവർ ഓരോരോ കൂട്ടുകാരെ കുറിച്ച് ഓരോ പ്രായത്തിൽ പറഞ്ഞു തുടങ്ങുമ്പോൾ ആ കൂട്ടുകാരെയൊക്കെ നമ്മുടെ വീടുകളിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ആ കൂട്ടുകാരൻ നിങ്ങളുടെ മക്കളെ പോലെ നിങ്ങൾ കാണുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വീടുകളിലേക്കും എല്ലാ കൂട്ടുകാരുടെയും വീടുകളിലേക്കൊക്കെ നിങ്ങളൊന്ന് സന്ദർശനം നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ തീരുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം. അതൊക്കെ ഇങ്ങനെ നമ്മൾ പെരുപ്പിച്ചു കൂട്ടി വലുതാക്കി വലിയ പ്രശ്നങ്ങളാക്കി മാനസിക സമ്മർദ്ദങ്ങളാക്കി. ഞാനിതൊക്കെ പറയുന്നത്, ഞാൻ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുമ്പോൾ മാതാപിതാക്കളിൽ നിന്ന് കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അതൊക്കെ പറയാൻ ഇനിയിപ്പോൾ നമുക്ക് നേരമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ അത്തരത്തിൽ നമ്മുടെ സാമീപ്യം എത്രമാത്രം മക്കൾക്ക് കൊടുക്കുന്നു, ടീച്ചർമാർ വിദ്യാർത്ഥികൾക്ക് അവരുടെ സാമീപ്യം എത്രമാത്രം കൊടുക്കുന്നു. മിലിറ്ററി പേരന്റും പിന്നെ ചില ആളുകളുണ്ട്, മൗനി ബാബകളുണ്ട്, അതുകൊണ്ട് കേട്ടോ. മൗനി ബാബകളുണ്ട് ചില വീട്ടിൽ, ഒന്നും മിണ്ടില്ല, മക്കൾ എന്ത് പറഞ്ഞാലും മിണ്ടില്ല. നോ, പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറയുക തന്നെ വേണം മക്കളോട്. അവർക്ക് ആ ശീലം കൊടുക്കുമ്പോഴാണ് നമ്മൾക്ക് അവരെ ജീവിതത്തിലേക്ക് എടുക്കാൻ പറ്റുന്നത് എന്ന കാര്യം മറന്നു പോകുന്നു. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ മാനേജ്മെന്റും നിങ്ങൾ അധ്യാപകരും നിങ്ങൾ മാതാപിതാക്കളും മക്കളും ഈ സമൂഹവും ഒക്കെ ഒരുമിച്ച് നിന്നാൽ നമ്മുടെ മക്കളെ നമുക്ക് ഏറ്റവും സമൂഹത്തിനും രാജ്യത്തിനും നമ്മുടെ സംസ്ഥാനത്തിനും ഒക്കെ ഉതകുന്ന നല്ല ഒന്നാന്തരം മക്കളായി മാറ്റിയെടുക്കാനാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഇത്രയും മനോഹരമായ വേദിയിൽ എന്നെ ക്ഷണിച്ചതിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടെ പറയണം. എല്ലാവർക്കും നീ എന്ന് പറയാൻ പറ്റുമോ? നീ എന്ന് പറയാമോ? നീ എന്ന് പറയാമോ? നീ. അയ്യോ, ഇത് കഴിഞ്ഞ ഭക്ഷണമുണ്ടോ? നീ എന്ന് പറയാമോ? നീ. ശബ്ദമില്ല. നീ പോരാ. എല്ലാവരും ഉറക്കെ, എല്ലാവരും മാതാപിതാക്കളുടെ എല്ലാവരും മക്കളും. നീ, നീ, നിങ്ങൾ,
നിങ്ങൾ, നാം, നമ്മൾ, നമ്മൾ. എന്താ വ്യത്യാസം? എന്താ വ്യത്യാസം? നീ എന്ന് പറയുമ്പോഴും നിങ്ങൾ എന്ന് പറയുമ്പോഴും നിങ്ങളുടെ ചുണ്ടുകൾ അകന്നിരിക്കുകയും നാം എന്ന് പറയുമ്പോഴും നമ്മൾ എന്ന് പറയുമ്പോഴും നമ്മുടെ ചുണ്ടുകൾ അടുത്തിരിക്കുകയുമാണ്. ഒത്തുനാം നിന്നാൽ നമുക്കുള്ള ലക്ഷ്യത്തിലെത്താൻ ഒട്ടേറെ ദൂരമില്ല. ഒത്താലത് ഒത്തത് തന്നെ, ഒക്കാതെന്തുണ്ട്? ഒന്നുമില്ല. നന്ദി, നമസ്കാരം.